ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത, രണ്ട് സന്തോഷ വാർത്തയുമായിട്ടാണ്. രണ്ട് സന്തോഷ വാർത്ത പറയുമ്പം നമുക്കറിയാം, നമ്മുടെ സംവിധായകൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആദ്യത്തെ പടം ഏതാണ്? ലൂസിഫർ അല്ലേ? അപ്പോൾ ലൂസിഫറിൻ്റെ അവസാന ഭാഗത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ അവിടെ അവസാനിക്കുന്നു. അവിടെ വേറൊരു ക്യാരക്ടറിന് തുടക്കമിടുന്നു. എബ്രഹാം ഖുറേഷി എന്നൊരു വേറൊരു ക്യാരക്ടറിനെ ലൂസിഫറിൽ തുടക്കമിട്ടിട്ട് ലൂസിഫർ എന്ന പടം അവിടെ അവസാനിക്കുന്നു. ഈ എബ്രഹാം ഖുറേഷി എന്ന് പറയുമ്പം ആ ആളുടെ ഒരു ലോകവും ആൾ ഭരിക്കുന്ന വേറൊരു ലോകവും, ആ ലോകത്തേക്കുള്ള നമ്മളെയും കൂടി പ്രവേശനം ചെയ്യാണ് ഈ ഒരു എബ്രഹാം ഖുറേഷി. ആ ഒരു സിനിമയുടെ അവസാനത്തിൽ നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത് ലൂസിഫറിൻ്റെ. അപ്പം ലൂസിഫർ അത്രയും നന്നായിട്ടുണ്ടെങ്കിൽ അതിലേറെ നന്നാക്കി ഇരിക്കുകയാണ് നമ്മളെ എബ്രഹാം ഖുറേഷി എന്ന പേരുള്ള ലൂസിഫറിൻ്റെ തന്നെ L2 എമ്പുരാൻ. അതെ, L2 എമ്പുരാൻ അടിപൊളിയായിട്ടുണ്ട്. മേക്കിങ്ങും പെർഫോമൻസും നല്ലതിൽ കാഴ്ചവെച്ചിട്ടുണ്ട് L2 എമ്പുരാൻ. നല്ലൊരു ചരിത്രം പടം തന്നെയാണ്. ചരിത്രം അപാര ചരിത്രം, നല്ലതിൽ കൂടുതലായിട്ട് ചരിത്രമല്ല, എന്നാലും കുറേ രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. ചില നമുക്ക് അറിയില്ലല്ലോ എത്രത്തോളം ഇതാവും പറയില്ലല്ലോ. പിന്നെ ഇപ്പൊ പോയി കാണാൻ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇപ്പൊ പോയി കാണുക. ഇനി ഈ സിനിമേൻ്റെ 24 കട്ടുകളൊക്കെ ഉള്ള എമ്പുരാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 24 കട്ടിൻ്റെ ഉള്ളിൽ 24 കട്ട് വന്നിട്ടില്ല, ഈ ഞായറാഴ്ചത്തോട് കൂടി വരുമെന്നാണ് അറിയിപ്പ് കിട്ടിയത്, ഈ ഞായറാഴ്ച. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു. ഏതായാലും പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇത്രയും നല്ലൊരു പടം നമ്മൾ ഈ കണ്ടിട്ടില്ല. കാരണം പൃഥ്വിരാജ് നമുക്ക് തരാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ എമ്പുരാൻ, അതേപോലെ L2 എമ്പുരാൻ. അപ്പം ഈ ഒരു അടിപൊളി മേക്കിംഗ്, നല്ലൊരു പെർഫോമൻസുമാണ്. ഇത് ഈ എമ്പുരാൻ്റെ ലാസ്റ്റിക്ക് ഒരാൾ വരുന്നുണ്ട്, ഒരു ഡ്രാഗൻ്റെ ഡ്രസ് ഇട്ടൊരു ആൾ വരുന്നുണ്ട്, ആ ഒരു വില്ലൻ. ആ വില്ലൻ ആരാ ഞാൻ പറയില്ല, കാരണം അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ആസ്വദിക്കണം. അതാരാന്നുള്ളതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ആ വില്ലൻ ആരാന്നുള്ളതൊക്കെ നിങ്ങൾ ആസ്വദിക്കണം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് ഡ്രാഗൻ്റെ സ്റ്റിക്കറുള്ള ഒരു കുപ്പായിട്ടിട്ട ഒരു വില്ലൻ. ആ ലാസ്റ്റിക്കുള്ള പലരും പറയണേ ഫഹദ് ഫാസിലാണ്, കൊറിയൻ നടനാണ് എന്നുള്ളതൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല, നിങ്ങൾ കണ്ടറിയണം ലാസ്റ്റിക്കുള്ളൊരു വില്ലൻ. അപ്പം ഇതാണ് ഞാൻ ഇന്നലെ പോയതിൻ്റെ സംഗതി. ഉണ്ടോ, L2 എമ്പുരാൻ ഇന്നലെ പോയതിൻ്റെ ഇത്. ഇന്നലെ പോയി നല്ല അടിപൊളി പടം കണ്ടിരിക്കാം. ഇതിലുള്ളൊരു പടം. ലാലേട്ടൻ്റെ കോട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൃഥ്വിരാജ് കയറി വരുന്നതും നല്ലൊരു മേക്കിംഗ് ഓവറാണ് ഈ ഒരു പടം. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് തന്നെ മസ്റ്റായിട്ട് ആസ്വദിക്കാം. അപ്പം ഇങ്ങനെ വേറൊന്നും പറയല്ല. പിന്നെ വേറെ സന്തോഷം പറയല്ല വെച്ചാൽ, നമുക്കറിയാലോ എൻ്റെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഞാനിപ്പം ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയത്. ഞാനും ഒരാഗ്രഹം നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഇതിന് വേണ്ടി തുടങ്ങിയതായിരുന്നു. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ പലവരും അങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താ അറിയില്ല, അങ്ങനെ ആരും കളിയാക്കുന്നില്ല. അതിനുള്ള ഇതുണ്ട്. അപ്പം അത് രണ്ടാമത്തെ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ടർ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബ് കൗണ്ടർ 2K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞാൽ ഈ ഷഹബാസിൻ്റെ ഇതും ഞാൻ അങ്ങനെ ഒരു മനസ്സാകൊണ്ട് അത് ഇട്ടു. പിന്നെ നമ്മൾ കുറേ അധികം കാത്തിരുന്നല്ലേ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ളത്. പക്ഷേ വ്യൂസും നല്ലതിൽ കയറുന്നുണ്ട്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും കൂടണം. നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുക, അധികം ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അതിനു മുമ്പ് സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം
കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പം നമുക്ക് അടുത്തൊരു കിടലൻ വീഡിയോ ആയിട്ട് വരാം. ഇനി എമ്പുരാൻ്റെ 3-ാം ഭാഗം വരുന്നുണ്ട്. LE3 അതേ കാര്യം ഇത് LE3 വേറൊരു പേരിൽ 3-ാം ഭാഗം വരുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കാണാം. അപ്പം അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.